വയനാട് ദുരന്തത്തിൽ ഇനി കണ്ടെത്താനുള്ളത് 154 പേരെയെന്ന് മന്ത്രി കെ രാജൻ. അന്തിമ പട്ടിക ഇന്ന് വൈകിട്ട് പുറത്തിറക്കും. സൈന്യം മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. ക്യാമ്പുകളിൽ നിന്ന് ഇവരെ താൽക്കാലിക വീടുകളിലേക്ക് ഉടൻ മാറ്റും. താൽക്കാലിക പുനരധിവാസത്തിനുള്ള വാടക വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും തിരച്ചിൽ ആരംഭിച്ചു. പുനരധിവാസത്തിന്റെ പുതിയ കേരള മോഡലാകും നടപ്പാക്കുകയെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായതനുസരിച്ചുള്ള നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ കൂടി അത് കിട്ടുമ്പോൾ അത് മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ എവിടെയെങ്കിലും ഈ ലിസ്റ്റിൽപ്പെട്ട് ബാക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്കറിയാൻ കഴിയും. 154 കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോൾ. ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഞങ്ങൾ എത്ര നേരത്തെ അത് റിക്കവർ ചെയ്യാനുള്ള നടപടി എടുത്തേനെ. നമ്മൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ലിസ്റ്റ് അതൊരു കൃത്യമായ ഡിസൈൻ ആകണം. 150 വീട്, 100 വീട്, 200 വീട്, 25 വീട്, 10 വീട് ഞങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നവരെ കൂട്ടിക്കെട്ടി എന്നാൽ ഈ 25 എണ്ണത്തിനെ കൊണ്ടുപോക്കോ. പുനരധിവാസത്തിൻ്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. പുനരധിവാസത്തിൽ ചൂരൽമലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും.